സോ ഗൈസ്, FEG ആൻഡ് ഓർഡർ ബ്ലോക്ക് നമ്മൾ ഇത് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് കറക്റ്റായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഉണ്ടാക്കി തന്നെ ഹയർ ലോ ഉണ്ടാക്കി. മാർക്കറ്റ് എക്സാക്ട്ലി എന്തുകൊണ്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് മേലോട്ട് പോയി, അതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ലോവർ ലോ ഉണ്ടാക്കി ഒരു ലോവർ ഹൈ ഉണ്ടാക്കി, എന്നിട്ട് മാർക്കറ്റ് എക്സാക്ട്ലി മാർക്കറ്റ് ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് അടിയിലോട്ട് പോയി. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റീസ് ആണ്. ആൻഡ് ആ ലിക്വിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് കോൺസെപ്റ്റാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആൻഡ് ഓർഡർ ബ്ലോക്ക്. അതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് രണ്ട് കൈൻഡ് ഓഫ് ട്രെൻഡ്സ് ഉള്ളതുപോലെ തന്നെ നമുക്ക് രണ്ട് കൈൻഡ് ഓഫ് FEs ഉണ്ട്. ഫസ്റ്റ് വൺ ബിസി, അതുപോലെ സെക്കൻഡ് വൺ സിബി. ബിസിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ സൈഡ് ഇംബാലൻസ് സെൽ സൈഡ് ഇൻഎഫിഷ്യൻസി. അതുപോലെ തന്നെ സിബിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ സൈഡ് ഇംബാലൻസ് ബൈ സൈഡ് ഇൻഎഫിഷ്യൻസി. ആൻഡ് സിംപിളി നിങ്ങൾക്ക് ബുള്ളിഷ് FE ആൻഡ് ബെയറിഷ് FE എന്ന് പറഞ്ഞാൽ മതി. ബിസി എന്ന് പറഞ്ഞാൽ ബുള്ളിഷൻ ആൻഡ് സിബി എന്ന് പറഞ്ഞാൽ ബെയറിഷ് FE. ആൻഡ് ഇനി നമ്മൾ കൺസെപ്റ്റ് പ്രകാരം മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് ബുള്ളിഷ് സൈഡിലോട്ട് പോകുന്നതാണ് നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം. അതുപോലെ സിബിയിലോട്ട് വരുമ്പോൾ മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് അടിയിലോട്ട് പോകുന്നതാണ്. ഓക്കെ, സോ ഇനി എങ്ങനെ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് ക്യാൻഡിൽസ് കണ്ടോ, 1 2 3. ഈ 3 ക്യാൻഡിൽസിന്റെ ഇടയിലുണ്ടാവണം, ഇൻക്ലൂഡിങ് ദ വിക്ക് ഇടയിലുണ്ടാവണ ആ ഒരു ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പിന്റെ പേരാണ് ബിസി അഥവാ FEG. ഓക്കെ അല്ലേ? അപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഗ്യാപ്പും അതുപോലെ തന്നെ ഫസ്റ്റ് ക്യാൻഡിലിന്റെ വിക്ക് ആൻഡ് തേർഡ് ക്യാൻഡിലിന്റെ വിക്കിന്റെ ഇടയിലുണ്ടാവുന്ന സെക്കൻഡ് ക്യാൻഡിലിന്റെ ഗ്യാപ്പ്. ഞാൻ ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് ക്യാൻഡിലിന്റെ വിക്ക് ആൻഡ് തേർഡ് ക്യാൻഡിലിന്റെ വിക്ക് ആൻഡ് ഇതിന്റെ ഇടയിലാണ് ഗ്യാപ്പ് ഓൺ ദ സെക്കൻഡ് ക്യാൻഡിൽ, അതാണ് നമ്മളെ ബിസി. ആൻഡ് സിബിയിലോട്ട് വരുമ്പോൾ സെയിം കേസാണ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്യാൻഡിലിന്റെ വിക്ക് ആൻഡ് തേർഡ് ക്യാൻഡിലിന്റെ വിക്ക് ഉണ്ടാക്കുന്ന ഗ്യാപ്പ് ഓൺ ദ സെക്കൻഡ് ക്യാൻഡിൽ, സിമ്പിൾ. ആൻഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് മാർക്കറ്റ് മേലോട്ട് പോകുന്നതാണ്. ആൻഡ് എപ്പം ഈ ഒരു ബിസി ഇൻവാലിഡ് ആവും ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളി മാർക്കറ്റ് ഈ ഒരു തേർഡ് ക്യാൻഡിലിന്റെ ബോർഡിന്റെ അടിയിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, തേർഡ് ക്യാൻഡിലിന്റെ ബോർഡിന്റെ അടിയിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബിസി പിന്നെ കംപ്ലീറ്റ്ലി ഇൻവാലിഡ് ആയി പോകും. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കേസിൽ ഈ ഒരു ക്യാൻഡിലിന്റെ മേലെ ക്ലോസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സിബി ഇൻവാലിഡ് ആയി പോകും, പിന്നെ അതിന് പ്രസക്തി ഇല്ല. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മേ ബി ഈ ഒരു മീൻസ് ആ ഒരു ഗ്യാപ്പിന്റെ അടിയിലോട്ട് വരാം, അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിന്റെ മേലോട്ട് വേണമെങ്കിൽ വരാം. ഓക്കെ, മേ ബി ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ഇതിന്റെ മേലെ ഈ ഒരു ബോർഡിന്റെ മേലെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു FEG ഇൻവാലിഡ് ആയി പോകും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആൻഡ് ഗൈസ്, നിങ്ങൾക്ക് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ ഡെഫിനിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ് സിംപ്ലി an imbalance in price where the market moves so fast that leaves a gap in between candles. നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഇഫ് ഒരു ഡെഫിനിഷൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് ചിത്രം വരച്ചാലും മതി, ഇറ്റ്സ് ഓക്കെ. ഇനി നമുക്ക് നമ്മളെ കൺസെപ്റ്റിലോട്ട് പോവാം. സോ ഗൈസ്, ഫസ്റ്റ് നമുക്ക് ബിസിന്റെ എക്സാമ്പിൾ നോക്കാം. നമ്മൾ നോക്കുമ്പോൾ 3 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ക്യാൻഡിൽസ് ഇവിടെ കണ്ടോ, ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ. ആ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് മാർക്കറ്റ് മേലോട്ട് പോകും, അതാണ് നമ്മുടെ കൺസെപ്റ്റ്. സോ കണ്ടോ, മാർക്കറ്റ് ലിറ്ററലി ആ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് മേലോട്ട് പോകുന്നത്. മേ ബി നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ആ ഒരു 3 ക്യാൻഡിൽസും ബുള്ളിഷ് ആവണോ ബ്രോ എന്നുള്ളത്. പക്ഷേ അത് വേണ്ട, ആ നടുവത്തെ ക്യാൻഡിൽ മാത്രം മതി ബുള്ളിഷ് ആവേണ്ട. ബാക്കി ഏത് ക്യാൻഡിൽസ് മീൻസ് ഫസ്റ്റ് ക്യാൻഡിൽ ഇപ്പോൾ ബെയറിഷ് ആയ പ്രശ്നമല്ല, അതുപോലെ ലാസ്റ്റ് ക്യാൻഡിൽ ബെയറിഷ് ആയ പ്രശ്നമല്ല. പക്ഷേ നടുവത്തെ ക്യാൻഡിൽ, ആ സെക്കൻഡ് ക്യാൻഡിൽ മസ്റ്റ് ബി ബുള്ളിഷ് ഫോർ ബിസി ആൻഡ് ബെയറിഷ് ഫോർ സിബി. ഓക്കെ അല്ലേ? ആൻഡ് ഒരു എക്സാമ്പിൾ കൂടെ നമ്മൾ കണ്ടു. ആൻഡ് ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെയും കുറെ എക്സാമ്പിൾസ് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഡെയിലിയിലോ അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ ഡെയിലി ആൻഡ് നിങ്ങളെ LTFൽ ഇപ്പോൾ പോകാൻ നിൽക്കേണ്ട, ഡെയിലി ആൻഡ് 1 ഹവർ നിങ്ങൾ ഹയർ ടൈം ഫ്രെയിം ആൻഡ് ലോ നമ്മളെ മിഡിൽ ടൈം ഫ്രെയിമിൽ മാത്രമേ ടെസ്റ്റ് ചെയ്ത് തരിക. ആൻഡ് നിങ്ങൾക്ക് ഒരു വിൻ റേഷ്യോ കിട്ടുന്നുണ്ടോ നോക്കുക. നമ്മൾ നോക്കുമ്പോൾ നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ ഉണ്ടോ, 3 കോൺസിക്യൂട്ടീവ് ക്യാൻഡിൽസ്. ഫസ്റ്റ് വൺ ബുള്ളിഷ് ആണ്, സെക്കൻഡ് വൺ ബുള്ളിഷ് ആണ് ആൻഡ് തേർഡ് വൺ ബുള്ളിഷ് ആണ്. ആൻഡ് അതെടുത്തിട്ട് മാർക്കറ്റ് ലിറ്ററലി മേലോട്ട്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. ആൻഡ് ഇനി നമുക്ക് സിബിന്റെ എക്സാമ്പിൾ നോക്കാം. സിബിന്റെ എക്സാമ്പിൾ നോക്കുമ്പോൾ നേരെ തിരിച്ച്
നമുക്ക് ആ ഒരു സെക്കൻഡ് ക്യാൻഡിൽ മസ്റ്റ് ബി ബെയറിഷ്. ഇവിടെ കണ്ടോ, ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് വരുന്നത് ബെയറിഷ് ആണ്, സെക്കൻഡ് ക്യാൻഡിൽ ബെയറിഷ് ആണ്, ആൻഡ് തേർഡ് വൺ ബുള്ളിഷ് ആണ്. ആൻഡ് മാർക്കറ്റ് അതെടുത്തിട്ട് അടിയിലോട്ട് അല്ലേ. നമുക്ക് വേറെയും എക്സാമ്പിൾസ് ഇവിടെ കാണാൻ പറ്റും. യെസ്, ഈവൻ ഒരു കുഞ്ഞു ഗ്യാപ്പ് ആണെങ്കിൽ പോലും നമുക്ക് കൺസിഡറബിൾ ആണ്. കണ്ടോ, ഒരു കുഞ്ഞു ഗ്യാപ്പ് ആണെങ്കിൽ പോലും കൺസിഡറബിൾ ആണ്. ഇനി ഇവിടെ ഒരു ടെക്നിക്കൽ സംഭവം പറഞ്ഞുതരാം. മാർക്കറ്റ് ഈ ഒരു സിബി എടുത്തിട്ട് അഫ്കോഴ്സ് അടിയിലോട്ടാണ് പോയത്. പക്ഷേ മാർക്കറ്റ് എപ്പോൾ ഈ ഒരു സിബിനെ ഇൻവാലിഡ് ആക്കും ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ മേലെ ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിലിന്റെ വിക്കിന്റെ മേലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആയി പോകും. മീൻസ് ഈ ഒരു സിബി ഇൻവാലിഡ് ആയി പോകും. ഇനിയിപ്പോൾ നമ്മളെ ബിസിന്റെ കേസ് ആണെങ്കിൽ സെയിം ആണ്. നമുക്ക് നോക്കാം, ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ബിസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ആക്ച്വലി ഈ ഒരു ഇതൊരു കൺസെപ്റ്റ് ആണ്. നമുക്ക് സിബി നമ്മളെ IFE എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്, ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. സോ ആ ഒരു കൺസെപ്റ്റ് ആണത്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ കണ്ടോ, നമ്മൾ ആ ഒരു ബിസി ഇൻവാലിഡ് ആയി പോയത്. സോ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വശം കൂടെ ഉണ്ട്. പക്ഷെ നിങ്ങളത് IFE എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കും. സോ നിങ്ങൾക്ക് കൂടുതൽ വിൻ റേറ്റ് ആ ഒരു IFE കൂടെ പഠിച്ചാൽ കിട്ടും. സോ നിങ്ങൾക്ക് മോർ ട്രേഡിംഗ് കോൺസെപ്റ്റിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാം. ആൻഡ് ആൾസോ നിങ്ങൾക്ക് വേറെയും ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, നമുക്കൊരു ബിസിയാണ്, മാർക്കറ്റ് ഈ ബിസി എടുത്തിട്ട് നേരെ മേലോട്ട് പോയി. ഓക്കെ, സോ ദാറ്റ്സ് ദ FEG ആൻഡ് ബിസി ആൻഡ് സിബി. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ FEGനെ കുറിച്ച് പഠിച്ചു, അഥവാ ബിസി ആൻഡ് സിബി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓർഡർ ബ്ലോക്കിനെ പറ്റി പഠിക്കും. നിങ്ങൾ എത്രത്തോളം ലിക്വിഡിറ്റി കോൺസെപ്റ്റിനെ പറ്റി പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് മാർക്കറ്റിൽ ആ ഒരു ക്ലാരിറ്റി കൂടും. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് ടോപ്പിക്.